പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 24 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഏതൊരു എക്സാമിലും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. നെയിം ഓഫ് ദ ലീഡിംഗ് പോയറ്റസ് ഫ്രം കേരള ഹു പാസ്ഡ് അവേ ഓൺ 23 ഡിസംബർ 2020. 2020 ഡിസംബർ 23 അന്തരിച്ച കേരളത്തിലെ പ്രമുഖ കവയിത്രിയുടെ പേര്? സുഗതകുമാരി. കേരളത്തിലെ വളരെ പ്രശസ്തിയായിട്ടുള്ള കവയിത്രിയായിരുന്നു സുഗതകുമാരി. 2020 ഡിസംബർ 23 അന്തരിച്ചു. പത്മശ്രീ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയ കവയിത്രിയാണ് സുഗതകുമാരി. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് പെർമിറ്റഡ് മഞ്ജു വിരാട്ട് ആൻഡ് വടമാട് ഈവൻറ്റ് ഡ്യൂറിംഗ് ദി കമ്മിങ് പൊങ്കൽ സീസൺ? വരുന്ന പൊങ്കൽ സീസണിൽ ഏത് സംസ്ഥാന സർക്കാരാണ് മഞ്ജു വിരാട്ട് വടമാട് ഈവൻറ്റുകൾ അനുവദിച്ചത്? തമിഴ്നാട് ഗവൺമെൻറ്. തമിഴ്നാട് ഗവൺമെൻറ്റാണ് മഞ്ജു വിരാട്ട്, ജല്ലിക്കെട്ട്, വടമാട് ഈവൻറ്റ് വരുന്ന പൊങ്കൽ സീസണിൽ അനുവദിച്ചിട്ടുള്ളത്. 300 ബുൾ ടേമേഴ്സ് ആണ് മാക്സിമം ഈ പ്രാവശ്യം പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. ബുൾ ടേമേഴ്സ്, കാള ഇണക്കുന്നവർ അല്ലെങ്കിൽ കാളയെ മെരുക്കുന്നവർ. JSA2 Catch the Rain Awareness Generation Campaign is launched by which organization? JSA2 Catch the Rain ബോധവൽക്കരണ ജനറേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് സംഘടനയാണ്? നാഷണൽ വാട്ടർ മിഷൻ NWM. നാഷണൽ വാട്ടർ മിഷൻ, മിനിസ്ട്രി ഓഫ് ജൽശക്തി, നെഹ്റു യുവകേന്ദ്ര സംഘടൻ, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സ് ഒരുമിച്ച് കൂടിയാണ് JSA2 Catch the Rain അവയർനെസ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. 623 ഡിസ്ട്രിക്റ്റുകൾ ഈ ക്യാമ്പയിൻ കവർ ചെയ്യുന്നതായിരിക്കും. വിച്ച് ഓർഗനൈസേഷൻ റിസീവ്ഡ് ദി വാൻ ഇഫ്ര സൗത്ത് ഏഷ്യൻ ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് ഇൻ റെക്കഗ്നിഷൻ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് ഇൻ ഡിജിറ്റൽ മീഡിയ? ഡിജിറ്റൽ മീഡിയയിലെ മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് വാൻ ഇഫ്രയുടെ സൗത്ത് ഏഷ്യൻ ഡിജിറ്റൽ മീഡിയ അവാർഡുകൾ ലഭിച്ച സംഘടന ഏത്? ദി ഹിന്ദു ഗ്രൂപ്പ്. ഹിന്ദു ഗ്രൂപ്പാണ് വാൻ ഇഫ്രാസ് സൗത്ത് ഏഷ്യൻ അവാർഡുകൾ നേടിയത്. 2 ഗോൾഡ് മെഡലും 2 സിൽവർ മെഡൽസും ഹിന്ദു ഗ്രൂപ്പിന് ലഭിച്ചു. കൂടാതെ BBC ന്യൂസ്, മലയാള മനോരമ, മാതൃഭൂമി, ABP, NDTV, കൺവേർജൻസ്, TV18, ക്വിൻറ്റ് എന്നീ മീഡിയാസിനും അവാർഡുകൾ ലഭിച്ചു. ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദി യൂണിയൻ ക്യാബിനറ്റ് ഇൻ direct to home DTH സർവീസസ് ഓൺ 23 ഡിസംബർ 2020? 2020 ഡിസംബർ 23 ഡയറക്റ്റ് ടു ഹോം DTH സേവനങ്ങളിൽ കേന്ദ്ര ക്യാബിനറ്റ് വിദേശ നേരിട്ടുള്ള നിക്ഷേപത്തിൻ്റെ FDI എത്ര ശതമാനം ആണ് യൂണിയൻ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളത്? 100%. 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് FDI യൂണിയൻ ക്യാബിനറ്റ് 2020 ഡിസംബർ 23 അംഗീകരിച്ചു. ഇത് പ്രകാരം 100% ഡയറക്റ്റ് ടു ഹോം സർവീസിലേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അനുവദനീയമാണ്. ഇതുകൂടാതെ ലൈസൻസ് പീരീഡ് 10 വർഷത്തിൽ നിന്ന് 20 വർഷത്തിലേക്ക് നീട്ടുകയും ലൈസൻസ് ഫീസും കുറച്ചിട്ടുണ്ട്. വിച്ച് കമ്പനി ഫ്രം ദി UK ഹാസ് വൺ ദി ആർബിട്രേഷൻ ട്രിബ്യൂണൽ അവാർഡ് ഓഫ് $1.2 billion പ്ലസ് ഇൻട്രസ്റ്റ് ആൻഡ് കോസ്റ്റ് അഗെയിൻസ്റ്റ് ദി ഇന്ത്യൻ ഗവൺമെൻറ് ഓൺ എ ടാക്സ് ഡിസ്പ്യൂട്ട്? നികുതി തർക്കത്തിൽ ഇന്ത്യൻ സർക്കാരിനെതിരെ $1.2 billion പലിശയും ചെലവും ആർബിട്രേഷൻ ട്രിബ്യൂണൽ അവാർഡ് UK നിന്നുള്ള ഏത് കമ്പനിയാണ് നേടിയത്? ബ്രിട്ടീഷ് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറർ കെയ്ൻ എനർജി PLC. ബ്രിട്ടീഷ് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറർ കെയ്ൻ എനർജി PLC ആണ് ഇന്ത്യക്കെതിരെ $1.2 billion ടാക്സ് ഡിസ്പ്യൂട്ടിൽ ജയിച്ചത്. ഹു വൺ ദി സ്റ്റെഫൻ എഡ്ബർഗ് സ്പോർട്സ്മാൻഷിപ്പ് അവാർഡ് 2020? 2020
സ്റ്റെഫൻ എഡ്ബർഗ് സ്പോർട്സ്മാൻഷിപ്പ് അവാർഡ് നേടിയ വ്യക്തി? റഫേൽ നഡാൽ. 2020 സ്റ്റെഫൻ എഡ്ബർഗ് സ്പോർട്സ്മാൻഷിപ്പ് അവാർഡ് റഫേൽ നഡാൽ നേടി. ഇത് 4ാമത്തെ പ്രാവശ്യമാണ് റഫേൽ നഡാൽ സ്പോർട്സ്മാൻഷിപ്പ് അവാർഡ് നേടുന്നത്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.